കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ആരും രാഹുൽ ഗാന്ധിയെ ഗൗരവമായി കാണേണ്ടതില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രചരണം എല്ലാം നുണകളിൽ അധിഷ്ഠിതമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന രീതി കാരണം ആരും അദ്ദേഹത്തെ ഗൗരവമായി എടുക്കുന്നില്ല. ആളുകൾ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഗൗരവമായി കാണേണ്ടതില്ല എന്നും ഗഡ്കരി പറഞ്ഞു. കൂടാതെ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യത്തിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എന്നും അദ്ദേഹം ഉറപ്പു പറഞ്ഞു. US പ്രസിഡന്റ് ജോ ബൈഡനെ പോലെ ഓർമ്മക്കുറവ് അനുഭവിക്കുകയാണ് മോദി എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ കോൺഗ്രസ് നേതാവ് നിരുത്തരവാദപരമായാണ് സംസാരിക്കുന്നതെന്നും ഗഡ്കരി പറഞ്ഞു. കൂടാതെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ ഇന്ത്യ സഖ്യം വലിയ തോതിൽ ആശയക്കുഴപ്പത്തിലാക്കിയതും ഗഡ്കരി പറഞ്ഞു. തങ്ങൾ 400-ലധികം സീറ്റുകൾ നേടിയാൽ ഡോക്ടർ ബാബ സാഹിബ് അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടന ഭേദഗതി ചെയ്യുമെന്നവർ കുപ്രചരണം നടത്തിയെന്നും മുതിർന്ന BJP നേതാവ് പറഞ്ഞു. എന്നാൽ ഭരണഘടന മാറ്റുന്ന പ്രശ്നമില്ല, ഞങ്ങൾ അത് ചെയ്യില്ല, മറ്റുള്ളവരെ ചെയ്യാൻ അനുവദിക്കുകയുമില്ല എന്നും ഗഡ്കരി വ്യക്തമാക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം നടത്തിയ പ്രചരണം നുണകളിൽ അധിഷ്ഠിതമായിരിക്കുന്നുവെന്നും ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിലെ മഹായുതിയെ അനുകൂലിച്ച് പിന്തുണയ്ക്കാൻ ജനങ്ങൾ തീരുമാനിച്ചുവെന്നും ഗഡ്കരി പറഞ്ഞു. ജാതി സെൻസസ് വിഷയം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി. ഗ്രാമങ്ങളുടെയും പാവപ്പെട്ടവരുടെയും കർഷകരുടെയും ക്ഷേമമാണ് യഥാർത്ഥ വിഷയമെന്നും ഗഡ്കരി പറയുന്നു. പാവങ്ങൾക്ക് ജാതിയും മതവും ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ പരാമർശം ഇങ്ങനെയായിരുന്നു: പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ പോലെ ഓർമ്മശക്തി നശിച്ചു തുടങ്ങിയെന്നാണ് രാഹുൽ ആരോപിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര അമരാവതിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിക്കിടയിലാണ് രാഹുൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും അമേരിക്കൻ പ്രസിഡന്റിനെയും താരതമ്യം ചെയ്ത് പരാമർശം ഉന്നയിച്ചത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ 81-കാരനായ ബൈഡൻ വ്ളാഡിമിർ പുടിൻ എന്ന് പേര് വിളിച്ച് അഭിസംബോധന ചെയ്ത സംഭവത്തെ അനുസ്മരിച്ചായിരുന്നു രാഹുലിന്റെ താരതമ്യം വന്നത്. മോദിജി ഞങ്ങൾ എന്താണോ പ്രസംഗിക്കുന്നത് അത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഈ അടുത്ത് യുക്രൈൻ പ്രസിഡന്റിന്റെ റഷ്യൻ പ്രസിഡന്റ് പേരെടുത്ത് വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ട്, മോദിജിക്കും ഇത്തരത്തിൽ ഓർമ്മ നശിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് രാഹുൽ പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി BJP ഭരണഘടനയെ ആക്രമിക്കുകയാണ് എന്ന് ഞാൻ പറയുന്നുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി കോൺഗ്രസ് ഭരണഘടനയെ ആക്രമിക്കുകയാണ് എന്ന് പറയുന്നു. പിന്നീട് ഞാൻ ഭരണഘടനയെ ആക്രമിക്കുകയാണ് എന്നും പറയാൻ തുടങ്ങിയിരിക്കുന്നതായും കോൺഗ്രസ് നേതാവ് പറയുന്നു. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും 50% സംവരണ പരിധി നിർത്തലാക്കുമെന്ന് ഞാൻ ലോക്സഭയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ സംവരണത്തിനെതിരാണ് എന്നാണ് മോദി പറയുന്നതെന്നും ഇത് ഓർമ്മക്കുറവിന്റെ ലക്ഷണമാണ് എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. താൻ രാജ്യത്ത് എത്ര ദളിതരും ആദിവാസികളും OBC വിഭാഗക്കാരും ഉണ്ടെന്നറിയാൻ ഒരു ജാതി സെൻസസ് നടത്തണമെന്ന് മോദിജിയോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നു രാഹുൽ ജാതി സെൻസസിനെതിരാണ് എന്നും. അതേസമയം രാഹുൽ ഗാന്ധി ആകട്ടെ സ്വന്തം തെറ്റുകൾ മറച്ചു പിടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിക്കാനാണ് ശ്രമം നടത്തുന്നത്. അതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളെന്നുകൂടി പറയേണ്ടി വരും. അത് മാത്രമല്ല, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. അതുപോലെ തന്നെ പൊള്ളയായ വാഗ്ദാനങ്ങളാണ് അദ്ദേഹം നൽകുന്നതും. നിരന്തരം വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ അവഹേളിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് എന്നത് ആ വ്യക്തിക്ക് എന്ത് അർഹതയാണ് മോദിയെ അധിക്ഷേപിക്കാൻ അല്ലെങ്കിൽ അധിക്ഷേപിച്ച് സംസാരിക്കാൻ എന്താണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത്? നെഹ്റു കുടുംബത്തിലെ അവസാന കണ്ണിയായി രാഹുൽ മാറുമ്പോൾ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്നതും മറ്റൊരു വസ്തുതയാണ്. അത്തരത്തിലൊരു ഭീതി ഉള്ളിൽ നിറയുന്നതിന്റെ തെളിവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ ഓരോ പരാമർശങ്ങളും പുറത്തു വരുന്നത്. ഇങ്ങനെയും അല്ലെങ്കിൽ എങ്ങനെ നരേന്ദ്രമോദിയെയും BJPയെയും ജനങ്ങൾക്ക് മുന്നിൽ ഇകഴ്ത്തി കാണിക്കാം, ഒപ്പം അടുത്ത ഭരണം കൈപ്പിടിയിൽ ഒതുക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ അത് സാധ്യമാകില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇനിയൊരു 4 തലമുറ വന്നാലും മോദിയെ തകർക്കാൻ കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ അതിനുള്ള ശക്തി ഇല്ല, അതിന് സാധിക്കില്ല എന്ന് തന്നെ വേണം പറയാൻ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.